ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാര്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. രണ്ടു രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ ഗാനം ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഭാരതവിധാത. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാര്? റാംസിംഗ് താക്കൂർ. ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നതാര്? രവീന്ദ്രനാഥ ടാഗോർ. ലോകമാന്യ എന്നറിയപ്പെടുന്നതാര്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകമെഴുതിയ ബ്രിട്ടീഷുകാരൻ വാലന്റൈൻ ഷിറോൾ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ആധുനിക മനു, അഭിനവ ബുദ്ധൻ എന്നെല്ലാം അറിയപ്പെടുന്നതാര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു.